കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് വയനാട്ടിലെ മുള്ളൻകൊല്ലി. കോൺഗ്രസ് വിമതനായി പത്രിക നൽകിയ ജോസ് കണ്ടൻതുരുത്തിയാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. നിലവിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റായ ജോസിനെ പിന്തുണയ്ക്കാനായി LDF സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു. UDF-ൽ നിന്ന് 4 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതോടെയാണ് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് സീറ്റ് നിർണയം വിവാദമായത്. DCC പ്രസിഡന്റിന്റെ ബന്ധുവായ വർഗീസ് മൂര്യങ്കാവിലിനെയാണ് ഒടുവിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചത്. എന്നാൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റായ ജോസ് കണ്ടൻതുരുത്തി പത്രിക പിൻവലിക്കാൻ വിസമ്മതിച്ചു. LDF സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ജോസ് കണ്ടൻതുരുത്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDF കോട്ടയായി കരുതപ്പെടുന്ന മുള്ളൻകൊല്ലിയിൽ പോരാട്ടം കനത്തു. സീറ്റുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കുമെന്ന് ജോസ് പറയുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം തീരെ സുതാര്യമല്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും ഒരു പേയ്മെൻറ്റ് സീറ്റും അതുപോലെ തന്നെ ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുക്കുന്ന DCC പ്രസിഡന്റ് നടപടിയൊക്കെ UDF പ്രവർത്തകരിലേറെ നിരാശ ഉളവാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതേസമയം UDF-ന്റെ ഉറച്ച കോട്ടയായ മുള്ളൻകൊല്ലിയിൽ തനിക്ക് ഒരു ഭീഷണിയുമില്ലെന്ന് സ്ഥാനാർത്ഥി വർഗീസ് മൂര്യൻകാവിൽ പറഞ്ഞു. അതിനെയൊക്കെ ശക്തമായി ജനങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ എടുക്കുകയും അവഞ്ഞോട് തള്ളിക്കളയേണ്ടത് അവഞ്ഞോട് തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ ഒരു ടീമായിട്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ജില്ലയിൽ വിമതരായി മത്സരിച്ച എല്ലാവർക്കെതിരെയും നടപടിയെടുത്ത DCC നേതൃത്വം ഇതുവരെ ജോസ് കണ്ടൻതുരുത്തിക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്തതും ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ, വയനാട്.